നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ കാകാ കാലേൽക്കറിൻ്റെ ഗംഗാമയ്യ എന്ന നിബന്ധ ലേഖനം കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഗംഗാ നദിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. സാധാരണ നദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗംഗയെക്കുറിച്ച് പറയുന്നത്. കാരണം ആര്യ സംസ്കാരത്തിന് ജന്മം കൊടുത്ത അല്ലെങ്കിൽ ആര്യ സംസ്കാരത്തിൻ്റെ മാതാവാണ് ഗംഗാ നദി എന്നാണ് ലേഖകൻ പറയുന്നത്. ഈ നദിയുടെ തീരത്ത് ഒരുപാട് സാമ്രാജ്യങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുരു, പാഞ്ചാൽ ദേശ്, അതുപോലെ അങ്ക്, ഭംഗ് ദേശ്. കുരുദേശം, പാഞ്ചാലദേശം, അംഗദേശം, ഭംഗദേശം ഇതൊക്കെ ഗംഗാ നദിയുടെ തീരത്ത് ജന്മം കൊണ്ട രാജവംശങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളായിരുന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്കിനി അതിൻ്റെ തുടർച്ച ബാക്കി ഭാഗം കുറച്ചെടുക്കാം. हम गंगा का दर्शन करते हैं तब हमारे ध्यान में तो फसल से लहलहाते सिर्फ खेत ही नहीं आते. हम गंगा का दर्शन करते हैं. നമ്മൾ ഗംഗയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗംഗയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക ലഹ്ലഹാത്തെ ഖേത്ത്. ഇവിടെ ഇങ്ങനെ ലഹ്ലഹാത്ത എന്ന് കഴിഞ്ഞാൽ തഴച്ചു വളർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പച്ചപ്പാർന്ന് കിടക്കുന്ന ഫസൽ വിളവുകൾ ഉള്ള ഖേത്ത് വയലുകൾ മാത്രമല്ല. അപ്പോൾ ഗംഗാനദിയുടെ തീരത്ത് ധാരാളം കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗംഗാനദിയെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ അതിൻ്റെ തീരത്തുള്ള ലഹ്ലഹാത്തെ ഖേത്ത് എന്ന പച്ചപ്പാർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ സമൃദ്ധമായി കിടക്കുന്ന ഖേത്ത് വയലുകൾ മാത്രമല്ല കാണാൻ കഴിയുക. പിന്നെയും അതുപോലെ മാൽ സെ ലദെ ജഹാജ്. മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധന സാമഗ്രികൾ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാൽ സാധനങ്ങൾ, ലദ് നിറച്ച അല്ലെങ്കിൽ വഹിച്ച, ജഹാജ് കപ്പലുകൾ, ആത്തേഹെ വരുന്നതും നമുക്ക് അവിടെ ഗംഗാ നദിയുടെ തീരത്തായിട്ട് അല്ലെങ്കിൽ ഗംഗയുടെ ഭാഗത്തായിട്ട് ഗംഗയും ഇതും കൂടെ അഴിമുഖം വരുന്നുണ്ടാവും, കടലും നദിയും കൂടെ ചേരുമ്പോഴുള്ള. അപ്പോൾ അവിടെ ആ തുറമുഖത്ത് കപ്പലുകൾ വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് മാത്രമല്ല ഗംഗാ നദിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുക. പിന്നെയോ വാത്മീകി കാവ്യം, വാത്മീകിയുടെ കാവ്യം അല്ലെങ്കിൽ കവിത. അതുപോലെ മഹാവീർ, ബുദ്ധനെക്കുറിച്ചും മഹാവീരനെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരും. അശോക്, സമുദ്രഗുപ്ത്, ഹർഷ് ജൈസെ സമ്രാട്ടോം കെ പരാക്രം. അതുപോലെ അശോകൻ, സമുദ്രഗുപ്തൻ, ഹർഷൻ തുടങ്ങിയ സമ്രാട്ട് ചക്രവർത്തിമാരുടെയൊക്കെ വീർപരാക്രം, അവരുടെ വീരപരാക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ യുദ്ധം, അവർ ചെയ്തിട്ടുള്ള വീരപരാക്രമങ്ങൾ നമുക്ക് ഓർമ്മ വരും. തുളസീദാസ് യാ കബീർദാസ് ജൈസെ സന്ത് ജനോം കെ ഭജൻ. ഇനി തുളസീദാസ്, കബീർദാസ് തുടങ്ങിയ സന്ത് ജൻ സന്യാസിമാരായിട്ടുള്ള കവികൾ, അവരുടെയൊക്കെ ഭജൻ നമുക്ക് ഓർമ്മ വരും. ഇതെല്ലാം ഗംഗാ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഏക് സാത്ത് സ്മരൺ ഹോ ആത്താ ഹെ. ഏക് സാത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരുമിച്ച്, ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് സ്മരൺ ഹോ ആത്താ ഹെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ഗംഗാ നദിയെ നോക്കുമ്പോൾ അവിടുത്തെ പച്ചപ്പാർന്ന് കിടക്കുന്ന വയലേലകൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ അവിടുത്തെ തുറമുഖത്ത് വരുന്ന കപ്പലുകൾ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുക. പിന്നെയോ വാത്മീകിയുടെ കാവ്യം ഓർമ്മ വരും, ബുദ്ധനെയും മഹാവീരനെയും ഓർമ്മ വരും, അശോകൻ, സമുദ്രഗുപ്തൻ, ഹർഷൻ തുടങ്ങിയ സമ്രാട്ട് ചക്രവർത്തിമാരുടെ വീരപരാക്രമങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. അതുപോലെ തുളസീദാസ്, കബീർദാസ് തുടങ്ങിയിട്ടുള്ള സന്ത് ജൻ സന്യാസിമാരായിട്ടുള്ള കവികൾ, അവരുടെയൊക്കെ ഭജൻ നമുക്ക് ഓർമ്മ വരും. ഇതെല്ലാം ഗംഗാ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഏക് സാത്ത് സ്മരൺ ആത്താ ഹെ, ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു വേള ഓർമ്മയിലേക്ക് വരും. ഗംഗാ കാ ദർശൻ കാ ഏക് ഹി പ്രകാർ നഹി ഹെ. ഇനി പറയുന്നത് ഗംഗാ കാ ദർശൻ ഏക് ഹി പ്രകാർ നഹി ഹെ. ഗംഗാ നദിയെ നമുക്ക് ഒരു രൂപത്തിൽ മാത്രമല്ല ദേഖാ നഹി കാണാൻ കഴിയുക. അപ്പോൾ ഗംഗാ നദിയുടെ ഒഴുക്ക് അല്ലെങ്കിൽ ഗംഗാ നദി ഇങ്ങനെ ഒഴുകി പോകുന്ന വഴികളിലൊക്കെ പല വഴികളിലൂടെയാണല്ലോ ഒരു നദി ഒഴുകി പോകുന്നത്. അപ്പോൾ ഗംഗാ നദിയുടെ പ്രവാഹത്തെ അല്ലെങ്കിൽ ഗംഗാ നദിയെ നമുക്ക് ഒരു രൂപത്തിൽ മാത്രമല്ല കാണാൻ കഴിയുക. ഓരോ പ്രദേശത്തേക്കും എത്തുമ്പോൾ ഗംഗയുടെ രൂപത്തിന് വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇനി എന്താ പറയുന്നത്, ഗംഗോത്രി കെ പാസ് ഹിമാച്ഛാദിത പ്രദേശോമേ ഖിലാഡി കന്യാരൂപ്. ഈ ഇങ്ങനെ ഒഴുകി പോകുന്ന ഗംഗാ നദി ഗംഗോത്രി കെ പാസ്, ഗംഗോത്രി കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഗംഗോത്രി കെ പാസ്
ഗംഗോത്രിയുടെ അടുത്തെത്തുമ്പോൾ, ഗംഗോത്രി എന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ഹിമാച്ഛാദിത പ്രദേശ്, ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഹിമാച്ഛാദിത മഞ്ഞ് മൂടി കിടക്കുന്ന. അപ്പോൾ ഗംഗോത്രിയുടെ അടുത്ത് വരുമ്പോൾ അവിടുത്തെ ഹിമാച്ഛാദിത പ്രദേശവുമേ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശത്തെത്തുമ്പോൾ ഈ ഗംഗാ നദിയെ എങ്ങനെയാണ് കാണുന്നത്? ഖിലാഡി കന്യാക്കിയ രൂപം, ഖിലാഡി കന്യ ഒരു പർവ്വത പ്രദേശത്തെ പെൺകുട്ടിയായിട്ട്. അപ്പോൾ ഗംഗോത്രി എന്ന പർവ്വത പ്രദേശത്ത്, അതും എങ്ങനെയുള്ള പർവ്വത പ്രദേശം? ഹിമാച്ഛാദിത പ്രദേശം, നല്ല മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശം. അപ്പോൾ മഞ്ഞു മൂടി കിടക്കുന്ന ഗംഗോത്രി എന്ന സ്ഥലത്തെത്തുമ്പോൾ ഗംഗാ നദിയെ ഏക്ക് ഖിലാഡി കന്യാക്കിയ രൂപമേം വ്യക്തി, ഒരു പർവ്വത പ്രദേശത്തെ ഒരു പെൺകുട്ടി, പർവ്വത പ്രദേശത്തെ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ് നമുക്ക് കാണുക അല്ലെങ്കിൽ തോന്നുക. उत्तरकाशी की ओर चीड़ देवदार के काव्यमय प्रदेश में मुग्धारूप. ഇനി ഉത്തരകാശിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉത്തരകാശി എന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ചീട് ദേവദാർ, ചീട് എന്ന് പറഞ്ഞാൽ പൈൻ മരം, ദേവദാർ ദേവദാരു മരം. അപ്പോൾ ഉത്തരകാശിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചീട് ദേവദാർ, പൈൻ മരങ്ങളുടെയും ദേവദാരു മരങ്ങളുടെയും ഒക്കെ കാവ്യമായി പ്രദേശമേ, എന്നെ കാവ്യം രചിച്ച പോലെ അല്ലെങ്കിൽ അത്ര അതിമനോഹരമായി കിടക്കുന്ന പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ആ ഉത്തരകാശിയിലെ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഗംഗ എങ്ങനെയാണ്? മുഗ്ധാരൂപ്, മുഗ്ധം എന്ന് വെച്ചാൽ മോഹിപ്പിക്കുന്ന, അതെന്ന് വെച്ചാൽ കാവ്യമയമായിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് കൂടിയാണല്ലോ ഒഴുകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഗംഗാ നദിയുടെ രൂപം മുഗ്ധാരൂപ്, ആരെയും മോഹിപ്പിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പോലെ തോന്നിക്കും. देवप्रयाग के पहाड़ी और संकरे प्रदेश में चमकीले अलकनंदा के साथ उसकी अटखेलिया. ഇനി ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് അവിടുത്തെ പഹാടി ഔർ സങ്കരെ പ്രദേശ്, ദേവപ്രയാഗിലെ പഹാടി പർവ്വതങ്ങൾ നിറഞ്ഞ സങ്കരെ പ്രദേശ്, സങ്കര എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ. അപ്പോൾ ദേവപ്രയാഗിലെ പർവ്വതങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശത്ത് അളകനന്ദാക്കെ സാത്ത്, അളകനന്ദ വേറൊരു നദിയാണ്, ഈ അളകനന്ദയുമായിട്ട് ഗംഗാ നദി കൂടിച്ചേരുന്നുണ്ട്. എവിടെ വെച്ചിട്ട്? ദേവപ്രയാഗിൽ വെച്ചിട്ട്. ദേവപ്രയാഗിലെ പർവ്വതങ്ങൾ നിറഞ്ഞ സങ്കരേ പ്രദേശം, ഇടുങ്ങിയ പ്രദേശം. ആ ഇടുങ്ങിയ പ്രദേശത്ത് അളകനന്ദയോടൊപ്പം കൂടിച്ചേരുമ്പോൾ ഗംഗാ നദിയുടെ അട്കേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാ നദിയുടെ ചെറിയ ചെറിയ കുസൃതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദിയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെ അതിൻ്റെ ഒഴുക്കിനും മറ്റൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഗംഗാ നദിയുടെ കുഞ്ഞു കുഞ്ഞു വികൃതികൾ നമുക്ക് കാണാം. പിന്നെ ലക്ഷ്മൺ झूले की विकराल दंष्ट्रामें से छूटने के बाद हरिद्वार के पास उसका अनेक धाराओं में स्वच्छंद विहार. പിന്നെ അതിനുശേഷം ലക്ഷ്മൺ झूല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ലക്ഷ്മൺ झूലയിൽ അവിടെ വന്നു കഴിഞ്ഞാൽ പാവം ഗംഗാ നദി ആ ലക്ഷ്മൺ झूല എന്ന പ്രദേശത്തിൻ്റെ വികരാൾ ദംഷ്ട്ര, കൂർത്ത ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പല്ലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ദംഷ്ട്ര ഈ രാക്ഷസന്മാർക്കും ഒക്കെ നമ്മൾ പറയാറുണ്ട് അവരുടെ ദംഷ്ട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന വലിയ പല്ലുകൾ. അപ്പോൾ ഇവിടെ ലക്ഷ്മൺ झूല എന്ന പ്രദേശത്തെത്തുമ്പോൾ ആ പ്രദേശത്തിൻ്റെ വികരാൾ ദംഷ്ട്ര, ആ കൂർത്ത ദംഷ്ട്രയിൽ നിന്ന്, അപ്പോൾ ആ ലക്ഷ്മൺ झूല എന്ന പ്രദേശം പാറകൾ നിറഞ്ഞ സ്ഥലമായിരിക്കണം. അതാണ് അവിടെ ആ പാറകൾ നിറഞ്ഞ പ്രദേശത്തിനെയാണ് വികരാൾ ദംഷ്ട്ര എന്ന് ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മൺ झूലയുടെ ആ കൂർത്ത പല്ലുകളിൽ നിന്ന് ഛൂട്ട്നേക്കെ ബാദ്, രക്ഷപ്പെട്ടതിന് ശേഷം, അപ്പോൾ ആ പിന്നെ പാറക്കെട്ടുകൾക്കിടയിലൂടെയൊക്കെയാവും ഗംഗാ നദി ഒഴുകി വരുന്നുണ്ടാവുക. അപ്പോൾ ആ ലക്ഷ്മൺ झूലയുടെ ആ കൂർത്ത ദംഷ്ട്രകളിൽ നിന്നൊക്കെ ഛൂട്ട്നേക്കെ ബാദ്, രക്ഷപ്പെട്ടതിന് ശേഷം ഗംഗാ നദി എവിടേക്ക് വരികയാണ്? ഹരിദ്വാർ കെ പാസ്, ഹരിദ്വാറിൻ്റെ അടുത്തേക്ക്, ഹരിദ്വാർ എന്ന സ്ഥലത്തേക്ക് ഒഴുകി ഒഴുകി വരുന്നു. എന്നിട്ട് അനേക് ധാരാവുമേ സ്വച്ഛന്ദ വിഹാർ, എന്നിട്ട് അനേകം പ്രവാഹങ്ങളായിട്ട് അത് സ്വച്ഛന്ദ വിഹാർ, സ്വൈരമായിട്ട് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് വീണ്ടും മുന്നോട്ട് അങ്ങനെ വിഹരിക്കുക അല്ലെങ്കിൽ ഒഴുകി പോകുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുക. കാൺപൂർ സെ സട്കർ ജാത്ത ഹുവ ഉസ്കാ ഇതിഹാസ് പ്രസിദ്ധ പ്രവാഹ്. പിന്നെ അത് കാൺപൂരിലേക്കാണ് ഒഴുകുന്നത്. കാൺപൂരിലെത്തുമ്പോൾ അതിൻ്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒഴുക്ക് എന്നാണ് കാൺപൂരിലെ ഒഴുക്കിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കാൺപൂരിലേക്ക് എത്തുമ്പോൾ ഇതിഹാസ് പ്രസിദ്ധ പ്രവാഹ്, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം. അപ്പോൾ കാൺപൂർ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഗംഗാ നദിയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ സ്ഥലത്തെത്തുമ്പോൾ ഗംഗാ നദിക്ക് എന്തോ ചരിത്ര പ്രാധാന്യമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ കാൺപൂർ എന്ന സ്ഥലത്തേക്ക് അവിടെ ഗംഗാ നദി ഒഴുകി വരുന്നു. പിന്നെ പ്രയാഗ് കെ വിശാൽ പട്ട് പർ ഹുവ ഉസ്കാ കാളിന്തി കെ സാത്ത് കാ ത്രിവേണി സംഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രയാഗ് എന്ന സ്ഥലത്തേക്ക് വരികയാണ് ഒഴുകിയിട്ട്.
അവിടെ വന്ന് അതിൻ്റെ പ്രയാഗ് എന്ന സ്ഥലത്തേക്ക് വിശാൽ പട്ടുപ്പർ, ആ പ്രയാഗ് എന്ന ആ പ്രദേശത്തിലെ വിശാലമായിട്ട് കിടക്കുന്ന ആ പ്രദേശത്തേക്ക് വന്ന് പിന്നെ അത് ആരുമായിട്ട് ചേരുകയാണ്? കാളിന്തി കെ സാത്ത്. കാളിന്തി കേട്ടിട്ടുണ്ടാവും, ഒരു നദിയാണ്. അപ്പോൾ ആ കാളിന്തി എന്ന നദിയുമായിട്ട് ചേർന്നിട്ട് എന്തായി മാറുകയാണ്? ത്രിവേണി സംഗം. ത്രിവേണി സംഗം. ത്രിവേണി സംഗമം കേട്ട് കാണും, പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ത്രിവേണി സംഗമത്തിനെ കുറിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രയാഗിലേക്ക് എത്തി അവിടെ കാളിന്തി എന്ന നദിയുമായി ചേർന്ന് ഗംഗാനദി, അവിടെ ത്രിവേണി സംഗമം. ത്രിവേണി എന്ന് പറഞ്ഞാൽ മൂന്ന് നദികൾ ചേരുന്നതിനെയാണ് ത്രിവേണി എന്ന് പറയുന്നത്. അപ്പം 3 നദികൾ ചേർന്നിട്ട് അവിടെ ത്രിവേണി സംഗമമായിട്ട് മാറും. അപ്പോൾ ഈ 3 നദികളുടെയും ശോഭ, ഭംഗി, അത് നിരാലി, വിചിത്രമാണ്. അപ്പോൾ ഈ 3 നദികളും കൂടി അവിടെ ചേരുമ്പോൾ ഈ 3 നദികളുടെയും ഭംഗി വ്യത്യസ്തങ്ങളായി മാറും. ഹർ ഏക് കാ സൗന്ദര്യ അലഗ്. ഹർ ഏക് ഓരോരുത്തരുടെയും, അതായത് ഈ 3 ത്രിവേണി സംഗമത്തിൽ ചേരുന്ന ഈ 3 നദികളുടെയും സൗന്ദര്യങ്ങൾ അലഗ്, വ്യത്യസ്തങ്ങളാണ്. ഹർ ഏക് കാ ഭാവ് അലഗ്, ഓരോരുത്തരുടെയും ഭാവങ്ങൾ വ്യത്യസ്തമാണ്. എന്നുവെച്ചാൽ 3 നദികളുടെയും ഭാവങ്ങൾ, അതായത് ചിലത് നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കായിരിക്കും, ചിലത് ശാന്തമായിട്ട് ഒഴുകുന്നതായിരിക്കും. അങ്ങനെയാണ്, ഓരോരുത്തരുടെയും ഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഹർ ഏക് കാ വാതാവരൺ അലഗ്, ഓരോരുത്തരുടെയും വാതാവരൺ, ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ അവരുടെ അന്തരീക്ഷങ്ങൾ വ്യത്യാസമാണ്. ഹർ ഏക് കാ മഹാത്മ്യ അലഗ്, ഓരോന്നിൻ്റെയും ഈ 3 നദികളുടെയും മാഹാത്മ്യം അല്ലെങ്കിൽ മഹത്വവും അലഗ്, വ്യത്യസ്തങ്ങളാണ്. അപ്പം ഗംഗാനദി പല പല പ്രദേശങ്ങളിലൂടെ ഒഴുകി വരുന്നു. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഓരോ രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നു. പിന്നെ അളകനന്ദയുമായിട്ട് ചേരുന്നു. പിന്നീട് ഏറ്റവും അവസാനം പ്രയാഗിലെത്തുമ്പോൾ കാളിന്തിയുമായിട്ട് ചേർന്നിട്ട് അവിടെ വെച്ച് ത്രിവേണി സംഗമമായി മാറുന്നു. അപ്പോൾ ഈ 3 നദികളും വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവസാനം അവർ ഒഴുകി അവിടെ പോയിട്ട് ചേരും, കടലിൽ പോയിട്ട് ചേരും. ഇനി എന്താ ലേഖകൻ പറയുന്നത്? പ്രയാഗ് സെ ഗംഗ അലഗ് ഹി സ്വരൂപ് ധാരൺ കർ ലേത്തി ഹെ. അപ്പോൾ പറഞ്ഞു, പ്രയാഗിലെത്തുമ്പോൾ ഗംഗ വേറൊരു രൂപത്തിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ത്രിവേണി സംഗമമായി മാറുകയാണല്ലോ. അപ്പോൾ പ്രയാഗ് സെ ഗംഗ അലഗ് ഹി സ്വരൂപ് ധാരൺ കർ ലേത്തി ഹെ. പ്രയാഗ് മുതൽ ഗംഗ വേറെ രൂപം ധരിക്കുന്നു. गंगोत्री से लेकर प्रयाग तक की गंगा वर्धमान होते हुए भी एक रूप मानी जा सकती, किंतु प्रयाग के पास उससे यमुना आकर मिलती है. ഇനി പ്രയാഗ് കെ പാസ്, പ്രയാഗിൻ്റെ അവിടെ വന്ന് വരുമ്പോഴത്തേക്കും ഗംഗയുമായിട്ട് വേറൊരാളും കൂടി ചേരുന്നുണ്ട്. ആരാണ്? യമുന. അപ്പോൾ യമുനയും കൂടി ചേരുകയാണ്. അപ്പോൾ കാളിന്തിയും യമുനയും പിന്നെ അളകനന്ദയും അല്ലേ, ഈ 3 ആളും കൂടി ചേരുമ്പോഴാണ് ത്രിവേണി സംഗമമായി മാറുന്നത് കേട്ടോ. അപ്പോൾ പ്രയാഗിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഗംഗ യമുനാസെ മിൽത്തി ഹെ, യമുനയുമായി കൂടിച്ചേരുന്നു. ഈ യമുന എന്നുള്ള നദി എങ്ങനെയാണ്? യമുന കാത്തോ പെഹലെ സെ ഹി ദോഹര പാട്ട് ഹെ, വഹ് ഖേൽത്തി ഹെ കൂദത്തി ഹെ, കിന്തു ക്രീഡാ സക്ത് നഹി മാലൂ ഹോത്തി. യമുന എന്ന നദി ഗംഗയെ പോലെയല്ല, കുറച്ചുകൂടി എന്താ പറയുക, ഖേൽത്തി ഹെ, അങ്ങനെ പുളച്ച് മതിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവാഹം കുറച്ചുകൂടി ശക്തമാണെന്ന് അർത്ഥം. അതാണ് പറയുന്നത്. യമുന നദി ഖേൽത്തി ഹെ കൂദത്തി ഹെ, കൂദിന എന്ന് പറഞ്ഞാൽ ചാടി മറിയുക, ഖേലിന എന്ന് പറഞ്ഞാൽ കളിക്കുക. അപ്പോൾ യമുന നദി ചിരിച്ചു മറിഞ്ഞ് അല്ലെങ്കിൽ ചാടി തുള്ളി വരുന്ന പോലെയാണ്. അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രവാഹം കുറച്ച് ശക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഗംഗാനദിയെ പോലെ ക്രീഡാസക്ത് നഹി. ക്രീഡാസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു എന്താ പറയുക, ഒരു ക്രീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഒരു വിനോദങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയല്ല യമുന. അവളിങ്ങനെ ഒന്ന് ഇളകി മറിഞ്ഞ് വരുന്ന സ്വഭാവക്കാരിയാണ്. ഗംഗ ശകുന്തള ജൈസി തപസ്വി കന്യാദി കൃതിഹെ. ഇനി ഗംഗാനദി ശകുന്തളയെ പോലെ, ഉപമയാണ് കേട്ടോ, നോക്കണേ. ഗംഗാനദി ശകുന്തളയെ പോലെ തപസ്വി ഒരു താപസ കന്യകയെ പോലെ നമുക്ക് തോന്നിക്കും. വെച്ച് കഴിഞ്ഞാൽ താപസ കന്യകയുടെ പ്രത്യേകത വളരെ പവിത്രമായിട്ടുള്ള, വളരെ ശാന്തമായ ഒരു പ്രകൃതക്കാരി. അപ്പോൾ ഗംഗാനദിയെ ശകുന്തളയെ പോലെയുള്ള ഒരു താപസ കന്യകയായിട്ട് നമുക്ക് ദീക്തിഹെ കാണാൻ കഴിയും. എന്നാൽ യമുനയോ കാലി യമുന ദ്രൗപദി ജൈസി മാനിനി രാജകന്യ മാലു ഹോത്തി. എന്നാൽ യമുന നദിയാവട്ടെ ദ്രൗപദിയെ പോലെ മാനിനി രാജകന്യ കഴിഞ്ഞാൽ വല്ല കുലീനയായിട്ടുള്ള ഒരു രാജകുമാരിയെ പോലെ മാലു ഹോത്തിഹെ നമുക്ക് തോന്നിക്കും. അപ്പോൾ ഗംഗാനദി ശകുന്തളയെ പോലെ ഒരു താപസ കന്യകയായിട്ട് തോന്നുമെങ്കിൽ യമുന ആരെ പോലെ തോന്നും? ദ്രൗപദിയെ പോലെ മാനിനി രാജകന്യ, ഒരു കുലീനയായിട്ടുള്ള ഒരു രാജകുമാരിയെ പോലെ മാലു ഹോത്തിഹെ നമുക്ക് തോന്നിക്കും. यमुना के बड़ी कठिनाई के साथ मिलते हुए
ശുക്ല കൃഷ്ണ പ്രവാഹോം കാ സ്മരൺ ഹോ ആതാ ഹെ. അങ്ങനെ ഗംഗ യമുനയുമായിട്ട് ചേരുവാണല്ലോ പ്രയാഗിൽ വെച്ച്. അപ്പോൾ ഗംഗയും യമുനയും തമ്മിൽ മിൽത്തേ ഹുവെ ചേർന്ന് കഴിയുമ്പോൾ ആ ഗംഗാ യമുന നദികളുടെ പ്രവാഹം എങ്ങനെയാണെന്നറിയോ? ശുക്ല കൃഷ്ണ പ്രവാഹം. ശുക്ല കൃഷ്ണ പ്രവാഹം. ശുക്ല എന്ന് പറഞ്ഞാൽ വെളുത്ത, കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുത്ത. അപ്പോൾ ഇവിടെ ശുക്ല വെളുത്തത് ഗംഗയും കൃഷ്ണ കറുപ്പ് യമുനയുമാണ്. അപ്പം യമുനാ നദിയുടെ വെള്ളത്തിന് ഒരല്പം കാളിമ അല്ലെങ്കിൽ ഒരല്പം കറുത്ത നിറമുണ്ട്. അതാണ് യമുനയെ കൃഷ്ണ പ്രവാഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം യമുനയുമായി ചേർന്ന് കഴിയുമ്പോൾ ഒരു വെളുത്ത അല്ലെങ്കിൽ കറുത്ത ഈ രണ്ട് നിറങ്ങളും കൂടി ചേർന്ന ഒരു പ്രവാഹമായിട്ട് നമുക്ക് ദേഖ് ആത കാണാൻ സാധിക്കും. ഹിന്ദുസ്ഥാൻ മേ അൻഗിനത്ത് നദിയാഹെ. ഇനി ഹിന്ദുസ്ഥാൻ മേ നമ്മുടെ ഭാരതത്തിൽ അൻഗിനത്ത് നദിയാഹെ. അൻഗിനത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത നദികളുണ്ട്. ഇസ്ലിയെ സംഗമോം കാ ഭി കോയി പാർ നഹി. അതുകൊണ്ട് തന്നെ സംഗം, ഈ നദികളുടെ സംഗമത്തിനും കോയി പാർ നഹി, അവസാനമില്ല. അപ്പം എണ്ണിയാലൊടുങ്ങാത്ത നദികളുണ്ട്. ഈ നദികളൊക്കെ ഓരോ സ്ഥലത്തും വെച്ച് സംഗമിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എണ്ണിയാലൊടുങ്ങാത്ത നദികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ സംഗമങ്ങൾ, ഓരോ നദികളും ഓരോ സ്ഥലത്ത് വെച്ച് സംഗമിക്കുന്നതിനും പാർനഹി, ഒരു അവസാനം അല്ലെങ്കിൽ ഒരു അറ്റം ഇല്ല. ഇൻ സബി സംഗമോമേ ഹമാരെ പുർഖോമിനെ ഗംഗാ യമുനാക്ക സബ്സെ അധിക് പസന്ത് കിയ. പക്ഷേ ഒരുപാട് നദികൾ സംഗമിക്കുന്നുണ്ടെങ്കിലും ഹമാരെ പുർക്ക്, പുർക്ക് എന്ന് പറഞ്ഞാൽ പൂർവികർ, നമ്മുടെ പൂർവികർ ഗംഗാ യമുന സംഗം, ഗംഗാ യമുന നദികളുടെ സംഗമത്തെയാണ് അധിക് പസന്ത് കിയ, കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഗംഗാ യമുന നദികളുടെ സംഗമം അല്ലെങ്കിൽ അവർ കൂടിച്ചേരുന്നത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ ഗംഗാ യമുന നദികളുടെ കൂടിച്ചേരലിനെ അധിക് പസന്ത് കിയ, കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇസിലിയെ ഉസ്കാ പ്രയാഗരാജ് ജൈസ ഗൗരവപൂർണ്ണ നാം രഖാഹെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ ഈ ഗംഗാ യമുന നദികളുടെ കൂടിച്ചേരലിനെ അല്ലെങ്കിൽ സംഗമത്തെ പ്രയാഗരാജ് ജൈസ ഗൗരവപൂർണ്ണ നാം രഖാഹെ. ഈ ഗംഗാ യമുന നദിയുടെ കൂടിച്ചേരലിനെ അല്ലെങ്കിൽ അവരുടെ സംഗമത്തെ പ്രയാഗരാജ്, ആ പേര് ഓർത്ത് വെച്ചോളണം, പ്രയാഗ്രാജ് എന്ന നാം രഖാഹെ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഗംഗാ യമുന നദികളുടെ സംഗമത്തെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഗംഗാ യമുന നദികളുടെ സംഗമത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതെന്താ? പ്രയാഗരാജ്. അപ്പോൾ പ്രയാഗരാജ് നാം രഖാഹെ, പൂർവികർ കൊടുത്തിട്ടുള്ള പേരാണ് പ്രയാഗരാജ്, ഗംഗാ യമുന നദികളുടെ സംഗമത്തിന്. हिंदुस्तान में मुसलमानों के आने के बाद जिस प्रकार हिंदुस्तान के इतिहास का रूप बदला, उसी प्रकार दिल्ली, आगरा और मथुरा वृंदावन के समीप से आते हुए यमुना के प्रवाह के कारण गंगा का स्वरूप भी प्रयाग के बाद बिल्कुल बदल गया. इनी പറയുന്നത് ഹിന്ദുസ്ഥാൻ മേ മുസൽമാനോം കെ ആനെ കെ ബാദ്, ഹിന്ദുസ്ഥാൻ നമ്മുടെ ഭാരതത്തിൽ മുസൽമാനോം കെ ആനെ കെ ബാദ്, മുസൽമാന്മാർ വന്നതിന് ശേഷം ഹിന്ദുസ്ഥാൻ കെ ഇതിഹാസ്, നമ്മുടെ ഭാരതത്തിൻ്റെ ഇതിഹാസ്, ചരിത്രം തന്നെ ബദൽ ഗയ, മാറിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ മുസൽമാന്മാരായിട്ടുള്ള ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറേ മുസൽമാന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അപ്പം മുസൽമാന്മാർ വിദേശത്തു നിന്നും വന്നവരാണല്ലോ. അതാണ് പറയുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ മുസൽമാനോം കെ ആനെ കെ ബാദ്, മുസൽമാന്മാരുടെ ആനെ കെ ബാദ് വരവിനു ശേഷം ഹിന്ദുസ്ഥാൻ കാ ഇതിഹാസ്, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം ബദൽ ഗയ, മാറിപ്പോയിട്ടുണ്ട്. ഉസി പ്രകാർ, അതുപോലെ ദില്ലി, ആഗ്ര, ഡൽഹി, ആഗ്ര, മധുര, വൃന്ദാവൻ, മധുര, വൃന്ദാവൻ സ്ഥലങ്ങളാണ്. മധുര വൃന്ദാവൻ കെ സമീപ്, മധുര വൃന്ദാവൻ, അതുപോലെ ഡൽഹി, ആഗ്ര, ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ ആത്തേ ഹുവേ വരുന്ന യമുന കെ പ്രവാഹ കെ കാരൻ, യമുനയുടെ ആ പ്രവാഹം. അപ്പോൾ യമുന നദി ഒഴുകി വരുന്നത് ഈ പ്രദേശത്ത് കൂടിയൊക്കെയാണ് കേട്ടോ. ദില്ലി, ആഗ്ര, മധുര, വൃന്ദാവൻ, ഈ പ്രദേശത്ത് കൂടിയൊക്കെ ആത്തേ ഹുവേ വരുന്ന യമുന കെ പ്രവാഹം, യമുനയുടെ പ്രവാഹം അല്ലെങ്കിൽ ഒഴുക്ക്, ആ ഒഴുക്ക് കാരണം ഗംഗാ കാ സ്വരൂപ്, നമ്മുടെ ഗംഗയുടെ സ്വരൂപ്, രൂപവും പ്രയാഗ് കെ ബാദ്, പ്രയാഗ് എന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രയാഗ് എന്ന സ്ഥലം കഴിയുമ്പോഴത്തേക്കും ബിൽക്കുൽ ബദൽ ഗയ, തീർത്തും മാറിപ്പോകുന്നുണ്ട്. കേട്ടില്ലേ? അപ്പോൾ ഈ യമുന നദി ഒഴുകി വരുന്നത് ദില്ലി, ആഗ്ര, മധുര, വൃന്ദാവൻ, ഈ സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുന്ന ഈ യമുന നദി ഗംഗയുമായിട്ട് മിൽത്തെ കൂടിച്ചേരുകയാണ്. അപ്പോൾ ഈ ഗംഗാ നദി യമുന നദിയും കൂടിച്ചേരുമ്പോൾ
ഈ പ്രയാഗ് കഴിയുമ്പോഴത്തേക്കും, പ്രയാഗ് എന്ന സ്ഥലം കഴിയുമ്പോഴത്തേക്കും ഗംഗ കാ രൂപ് ബിൽക്കുൽ ബദൽ ഗയ, തീർത്തും മാറിപ്പോവുകയാണ്. അപ്പം യമുന കുറച്ച് ശക്തിയായിട്ടുള്ള ഒഴുക്കും നല്ല കറുത്ത കാലിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് നിറമൊക്കെയാണ് യമുനയുടെ വെള്ളത്തിൻ്റെ നിറം. ആ നദി ഗംഗയുമായി കൂടിച്ചേരുമ്പോൾ ഗംഗയുടെ രൂപം തന്നെ പിന്നെ മാറിപ്പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ രസമാണ് ഇവരുടെയൊക്കെ ഈ നദികളുടെയൊക്കെ ഇങ്ങനെയുള്ള ഈ ചരിത്രവും അവരുടെയൊക്കെ ആ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഈ വീക്ഷണവും ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ദിവസം ആവാം. ഓക്കെ. അപ്പം ഓരോ ദിവസവും ഇടുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. പിന്നെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അത് തീർക്കാം. ധന്യവാദം.